ഹലോ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ചട്നി സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യാസ് ഓൺ ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ: ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു അൺസോൾട്ടഡ് ബട്ടർ, ഒരു തക്കാളി, ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പച്ചമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ, സവാള, ലേശം നാളികേരമാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് 3-4 പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ചട്നി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ചട്നിയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു വശത്ത് കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ പീസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുക്കുംബർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സവാളയും തക്കാളിയും എടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സവാളയും ഇതിൻ്റെ മുകളിൽ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കാം. ഈ ഒരു ഗ്രീൻ ചട്നി ദോശയുടെ കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവാണ്ട് തോന്നിയത്. പക്ഷേ ഈ സാൻഡ്വിച്ചിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. മല്ലിയിലേക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒരുപാട് വിറ്റാമിനും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വെക്കും. ഇത്രേ അവർ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട ഓംപ്ലേറ്റിൻ്റെ ഒരു പീസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫ്രൈ പാനിൽ ബ്രെഡിൻ്റെ ഒരു ഭാഗം കൂടി, ബട്ടർ വെച്ചൊരു ഭാഗം കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രൈ പാൻ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലും കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ടോസ്റ്റ് ചെയ്യണ മെഷീനിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് അതിൽ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോസ്റ്റർ ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നല്ലപോലെ മുരിഞ്ഞാലും നല്ലപോലെ സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. നമുക്ക് ഈസി ആയിട്ടും വളരെ ടേസ്റ്റായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുവരെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതൊരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് വേറൊരു തവി ഇതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും കൂടാതെ നമുക്കത് ഈസി ആയിട്ട് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്നും ചൂടായി മെൽറ്റായിട്ട് വരും, അടിഭാഗം ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ വളരെ ടോസ്റ്റർ ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സാൻഡ്വിച്ചാണ്. ഇനി നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് ഒന്ന് മുക്കി കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ആ ഗ്രീൻ ചട്നിയൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ ചട്നി ഇല്ലെങ്കിലും ഇതുപോലെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, ബൈ.